ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ അറിയാം, ഓരോ വീട് പോട്ടെ, ഓരോ റൂം പോലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെയൊക്കെ റൂം പോലെയാണല്ലേ. പില്ലോസ്, കുഷൻസ്, ലൈറ്റ്, ബെഡ്ഷീറ്റ്, ഡെക്കറേറ്റീവ് ബ്ലാങ്കറ്റ്സ്, പിന്നെ എന്തൊക്കെയുണ്ടോ അതൊക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളിവിടെ കിടന്നുറങ്ങുമ്പോൾ ഈ 5-6 പില്ലോസും കുഷൻസും ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയാണോ നമ്മൾ ഉറങ്ങുന്നത്? അല്ല, പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആരേലും ചിന്തിച്ചിട്ടുണ്ടോ? ഫോട്ടോ എടുക്കാൻ, 4 പേരെ കാണിക്കാൻ, ഈ ഞാനുൾപ്പെടെ. അങ്ങനല്ലേ? ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ മിനിമലിസത്തിന് മറ്റൊരു വ്യാഖ്യാനം നൽകി, അല്ലെങ്കിൽ അതിൻ്റെ വാക്കിനെ വളച്ചൊടിച്ച് പൂർണ്ണതയെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മിനിമലിസം? നമുക്ക് എങ്ങനെ അത് നമ്മുടെ ജീവിതശൈലിയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെങ്ങനെ കൊണ്ടുവരാം? നമ്മളിപ്പോൾ FBയിലും ഇൻസ്റ്റയിലും ഒക്കെ തുടർച്ചയായിട്ട് കേട്ട് വരുന്ന വാക്കാണ് അല്ലേ. പക്ഷേ നമ്മളിൽ പലരും അത് കേട്ട് കളയുന്നതല്ലാതെ അതെന്താണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്കിന്ന് എന്താണ് മിനിമലിസം എന്നും എങ്ങനെ അത് നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരാമെന്നും പ്രാക്ടിക്കലാക്കാമെന്നും നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ കാലത്ത് ഓരോ വീട്ടിലും ഒരു റൂം എടുത്താൽ എന്തുമാത്രം ബെഡ്ഷീറ്റാണ്, ബ്ലാങ്കറ്റ് വേറെയും. അതുപോലെ ഒരു ഹാൾ ഇത്രമാത്രം ലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ? അതുമാത്രമാണോ, കിച്ചണിൽ എന്തെല്ലാം ടൈപ്സ് പാത്രങ്ങളാണല്ലേ. സെറാമിക്, സ്റ്റീല്, അലൂമിനിയം, നോൺ സ്റ്റിക്ക്, ക്ലേ പോട്ട്സ്, എത്ര ടൈപ്സ്. ഇങ്ങനൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതാണോ മിനിമലിസം? അതോ ഇൻസ്റ്റയിലൊക്കെ മിനിമലിസം കൊണ്ടുവരാ എന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണോ? അല്ല. നമ്മൾ ഈ വാങ്ങിക്കൂട്ടുന്നതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഉപയോഗിക്കാതെ വച്ചിട്ട് പിന്നെ നമ്മൾ അതെടുത്ത് കളയുകയല്ലേ ചെയ്യുന്നത്. പണ്ടൊക്കെ കൊച്ചുനാളിലൊക്കെ നമുക്കൊക്കെ അനുഭവം ഉള്ളത്, കുറച്ച് പേർക്കെങ്കിലും അത് അനുഭവം ഉണ്ടായിട്ടുള്ളവരായിരിക്കും. ഈ സെറാമിക് പ്ലേറ്റ്സൊക്കെ വാങ്ങി മാറ്റി വെച്ചേക്കും, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ തരുന്നത് സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ആയിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ, പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ, ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനാണെന്ന് പറയും അല്ലേ. അതുപോലുള്ളവർ കാണുമായിരിക്കും. പിന്നെ അതുപോലെ വെള്ളം കുടിക്കുന്നത് സ്റ്റീൽ ഗ്ലാസ്സിലായിരിക്കും. നമുക്ക് വല്ലപ്പോഴും ആരെങ്കിലും പ്രത്യേകിച്ച് വരുമ്പോൾ ഒരു കുപ്പി ഗ്ലാസ്സിൽ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അല്ലേ, അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പക്ഷേ ഈ സാധനങ്ങളൊക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ ഡിസൈൻ മാറും, പുതിയ മോഡൽ വരും, നമ്മൾ പുതുമയിലേക്ക് പോകും അല്ലേ. ഈ ഇരുന്ന സാധനങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും യൂസ് ഉണ്ടോ? കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതെടുത്ത് കളയും. ഈ സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? വേണോ വേണ്ടേ നമുക്ക് തന്നെ അറിയില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. സോഫയിലൊക്കെ ഒരുപാട് കുഷൻസും സൈഡിലൊക്കെ പ്ലാന്റ്സും പോട്ട്സും അതിൻ്റെ മാച്ചിന് പോട്ട്സും ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ നമുക്ക് സമാധാനമാണോ കിട്ടുന്നത്? സാധനങ്ങളല്ലേ കൂടുന്നുള്ളൂ, നമുക്ക് സമാധാനമുണ്ടോ? ഇല്ല. നമുക്കെപ്പോഴും അത് അറേഞ്ച് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെ അല്ലേ. ഇതല്ല മിനിമലിസം. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഈ മിനിമലിസ്റ്റിക് ഹോം എന്താണ്? ന്യൂട്രൽ കളർ വാൾസ്, വാൾ പെയിൻറ്റ്സ്, അതിന് മാച്ചിങ് ആയിട്ടുള്ള കർട്ടൻസ്, ചെടികൾ, അതിൻ്റെ പോട്ട്സ്, വുഡൻ ട്രാസ്, പിന്നെന്താ വാൾ പെയിൻറ്റ്സ്, കുഷൻസ്, കുറേ ലൈറ്റ്സ്. ഇതൊന്നും അല്ല മിനിമലിസം. ഇതെന്താണ്? എസ്തെറ്റിക് കൺസ്യൂമറിസം. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാൻ തോന്നും. കുറേ ലൈറ്റ്സ് വാങ്ങാം, പഴയ കർട്ടൻസ് മാറ്റി പുതിയതങ്ങ് വാങ്ങാം എന്നൊക്കെയല്ലേ. ഇതൊക്കെ പിന്നെയും പിന്നെയും അറേഞ്ച് ചെയ്യുകയും വേണം. ഇതാണ് എസ്തെറ്റിക് കൺസ്യൂമറിസം. മിനിമലിസം എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം സാധനങ്ങളും കാര്യങ്ങളും വച്ച് അധികമുള്ളത് ഒഴിവാക്കി ലളിതമായി ജീവിക്കുന്ന രീതിയാണ്. സിമ്പിളി ആവശ്യമുള്ളത് വയ്ക്കുക, അധികമുള്ളത് ഒഴിവാക്കുക. ജീവിതവും വീടും ലളിതമാക്കുക എന്നതാണ് മിനിമലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് വീടും മുറികളും നീറ്റായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഓരോ സാധനങ്ങൾക്കും ഒരു സ്ഥിരത, അതായത് ഒരു പെർമനൻറ്റ് പ്ലേസ് കൊടുക്കുക. കൂടുതൽ സാധനം കൂടുതൽ സൗകര്യം എന്നല്ല, ആവശ്യമായത് മാത്രം. ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഡൊണേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് ഒഴിവാക്കുക. ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് വാങ്ങുക. പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാരുണ്ടല്ലോ, ദോശക്കല്ലൊക്കെ 3 എണ്ണം ഉണ്ടെങ്കിലും പിന്നെയും കാണുമ്പോൾ വാങ്ങും. വാങ്ങിയില്ലെങ്കിൽ ഒരു മനസമാധാനം കാണില്ല അല്ലേ. ദോശക്കല്ലെന്നല്ല, സേവനാഴി, ഇഡ്ഡലി പാത്രം, അങ്ങനെ കുറച്ച് ഫേവറേറ്റ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഈ 3 കല്ലിലും ദോശ ചുടാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് സാധനങ്ങൾ വാങ്ങുക.
മറ്റുള്ളവർ ചെയ്യുന്ന കണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കരുത്. അവർക്ക് ചിലപ്പോൾ ക്ലീനിങ് ഇഷ്ടമായിരിക്കും, അവരത് ചെയ്യും. നമുക്കതിനുള്ള സാഹചര്യം കാണില്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പിക്ചർ കാണും, അത് ലക്ഷങ്ങൾ വില വരുന്നതാവേ, അവരത് മറിച്ച് വിൽക്കും. നമുക്കതറിയത്തില്ല, അവരങ്ങനെ വിൽക്കുന്നവരായിരിക്കും, അതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നവരായിരിക്കും. നമ്മളത് കണ്ട് അത് വാങ്ങിയാൽ നമ്മുടെ ക്യാഷും പോവും, ഉപയോഗവും കാണത്തില്ല. പെയിൻറ്റിങ്സ് മാത്രമല്ല കേട്ടോ, ഷൂസും വാച്ചും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കോസ്റ്റ്ലി ആയിട്ട് വാങ്ങി വിൽക്കുന്നവരുണ്ട്. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ നമ്മുടെ ഡെയിലി ലൈഫിൽ മിനിമലിസം കൊണ്ടുവരാമെന്നതേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധനങ്ങൾ വാങ്ങുന്നതാണ് മിനിമലിസം. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് റെഗുലറി യൂസ് ചെയ്യുമോ, നമുക്കിനി ഇതിൻ്റെ ആവശ്യം വരുമോ. ഇതിൻ്റെയൊക്കെ ആൻസർ നോ ആണെങ്കിൽ പിന്നെ അതിനായി ചിന്തിക്കാൻ നിൽക്കരുത്. ആവശ്യമുള്ളത് വയ്ക്കുക, അധികമുള്ളത് ഒഴിവാക്കുക. ജീവിതം ലളിതമാക്കുക എന്നതാണ് മിനിമലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.